പ്രിയമുള്ളവരെ, നാളെ നമ്മുടെ സ്കൂൾ കലാലയങ്ങളെല്ലാം ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മക്കൾ പഠിച്ചു മിടുക്കരാകാൻ, നല്ല സ്വഭാവമുള്ളവരാകാൻ, നിസ്കാരക്കുള്ള നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന വാശിയൊക്കെ മാറിയിട്ട് നല്ല ഒരു പെരുമാറ്റം ഉണ്ടായി കിട്ടാൻ എന്താ മാർഗം? പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അതിന് മാർഗമുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് മാർഗമുണ്ട്. ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തും അല്ലെങ്കിൽ പരിശുദ്ധമായ സൂറത്തും അള്ളാഹുവിൻ്റെ ഇസ്മും പ്രത്യേകമായൊരു എണ്ണത്തിൽ പ്രത്യേക തരത്തിൽ പാരായണം ചെയ്താൽ നമുക്ക് ആ ബെനിഫിറ്റ് എല്ലാം കിട്ടും. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് ഇരുലോക വിജയം, അല്ലാഹു റാഹത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫസിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അരുമ മക്കൾ, ഈ കുടുംബത്തിലെ മക്കൾ എല്ലാവർക്കും അല്ലാഹു വിജയം നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ സ്കൂൾ കലാലയങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു പ്രഗത്ഭമായൊരു മുഹൂർത്തം മക്കൾക്ക് വേണ്ടി ബുക്സ് വാങ്ങാനും അതേപോലെ തന്നെ പഠനത്തിലുള്ള മറ്റു സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കിലും ഒരവസ്ഥയിലുമാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ നിഅമത്തുൻ അളീമ, ഉന്നതമായ നിഅമത്താണ് നമ്മുടെ മക്കൾ. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ മക്കൾക്ക് വേണ്ടി. അധ്വാനം മുഴുവൻ മക്കൾക്ക് വേണ്ടി, പണിപ്പാടുകളെല്ലാം മക്കൾക്ക് വേണ്ടി. നമ്മൾ വിയർക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാം മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അധ്വാനിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ പഠിച്ചു മിടുക്കരായി, അവർ സമുന്നതരായി, സമൂഹത്തിൽ നല്ല മക്കളായി, ദീനുള്ളവരായി, നിസ്കാരമുള്ളവരായി അങ്ങനെയൊക്കെ മാറുന്നത് നമ്മൾ ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വലാഹിയത്തിൻ്റെ നന്മയുടെ ട്രാക്കിലായി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ഒരുപാട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി അനുസരണയുള്ളവരായി മാറാൻ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 10 ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവനും എവിടെയെല്ലാം ബലിപെരുന്നാൾ എന്നെല്ലാം കയറി വന്നാലും അവിടെയെല്ലാം ആ ഉമ്മത്ത് മുഴുവനും ഏറ്റവും പ്രഗത്ഭമായി ചെയ്യുന്ന കർമ്മം ഉളുഹിയ്യത്താണ്. പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരത്തേക്കാൾ ഗൗരവം കൊടുത്തുകൊണ്ടാണ് ഉളുഹിയ്യത്ത് കർമ്മം നടക്കുന്നത്. ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ നമുക്കറിയാമല്ലോ എന്താണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. എന്തിനാണ് ഇപ്പോൾ ഉളുഹിയ്യത്ത് ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഈ ഒരു സുന്നത്ത് ഇവിടെ നിലനിൽക്കുന്നത്? കാരണം എന്താണ്? അത് ഒരു മകൻ്റെ സ്വലാഹിയ്യത്താണ്. ഒരു മകൻ്റെ സ്വലാഹിയ്യത്ത്, അതായത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ ഒരു ഓർഡർ വരികയാണ്. വാർദ്ധക്യ സമയത്തുണ്ടായ 90-ൽ പരം വയസ്സുകൾ പ്രായമുണ്ടായപ്പോൾ തനിക്കുണ്ടായൊരു പൊന്നുമോൻ, ആ പൊന്നുമോൻ 7 13 വയസ്സ് പ്രായമുള്ള കുഞ്ഞു ബാലൻ, ആ മകനുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റാണ്. പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ വൈകിയൊക്കെ മക്കളുണ്ടാകുക. കുറച്ച് പ്രായമൊക്കെ ആയിട്ട് മക്കളുണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ അറ്റാച്ച്മെൻറ്റ് കൂടും. ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര മഹബത്തിലും കഴിഞ്ഞുകൂടുന്ന, വാത്സല്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ആ ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ ഓർഡർ വരുന്നത്. മകനെ ഇറക്കണം, സ്വന്തം കൈകൊണ്ട് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ മകനോട് ഈ വിഷയം ഷെയർ ചെയ്യാൻ ആലോചിച്ചു നോക്കണം. അറുക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അറുക്കപ്പെടുന്ന അവസ്ഥ, അതനുഭവിക്കാന്ന് പറയുന്നത്. അപ്പോൾ ആ വിവരം മകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ഒരു കുഴപ്പമില്ല, ഒരു ബേജാറോ വേദനയോ കരച്ചിലൊന്നുമില്ല. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, ഇഫ് അൽ മാത്ത് ഉമർ,
അള്ളാഹു കൽപ്പിച്ചതങ്ങോട്ട് ചെയ്തോളൂ, ഒരു വിരോധമില്ല. ഞാനും നിങ്ങളും ഉപ്പയുമെല്ലാം അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. ആ ഒരു സ്വലാഹിയത്തിൻ്റെ ലോകത്ത് ഇന്നവരെ പ്രിയപ്പെട്ടവരെ ഒരു മോന് പറയാൻ പറ്റാത്തൊരു വാക്കല്ലേ ആ വാക്ക്. ഉപ്പ ധൈര്യമായിട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉപ്പാക്ക് ധൈര്യം കൊടുക്കാൻ പോകാൻ കുഞ്ഞു വയസ്സുള്ള ബാലൻ. എന്തുകൊണ്ടാണ് ഈ സ്വലാഹിയത്ത്, ഈ നന്മ ആ പൊന്നുമോന് ഉണ്ടായതെന്ന് ആലോചിക്കണം. കയറ് കെട്ടി ഇറങ്ങിയതല്ല. അതിന് തൊട്ട് മുമ്പ് ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഖുർആൻ അവതരിപ്പിക്കുന്ന ആയത്തിന് തൊട്ട് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനുള്ള മറുപടി ഉണ്ട്. എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മകന് വേണ്ടി ദുആ ചെയ്തപ്പോൾ മക്കളിൽ ആഗ്രഹിക്കുന്ന കാര്യം അള്ളാഹിനോട് ചോദിച്ചെന്താണെന്നറിയോ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെയാണ് എനിക്ക് നീ തരേണ്ടതല്ല. മക്കളെയല്ല വേണ്ടത്, മക്കളെയല്ല, സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെയാണ് വേണ്ടത്. അങ്ങനെ സ്വലാഹിയത്ത് മക്കൾക്ക് വേണ്ടി ഈ ദുആ ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കിട്ടിയത് അങ്ങനെ തന്നെയാണ്. അതാണ്. അപ്പോൾ തീർച്ചയായും ഇതിൽ നമ്മുടെ പാഠം എന്താണെന്നറിയോ? നമ്മുടെ ഉദ്ഹിയ്യത്തിൻ്റെ മാംസവും അതിൻ്റെ ചരിത്രവും എല്ലാം ഇപ്പോഴും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഓർമ്മ നിൽക്കുകയാണ്. എന്തിനാണ് നമ്മുടെ മക്കളിലേക്ക് ആ ഓർമ്മ കയറി വരണം? മക്കൾക്ക് സ്വലാഹിയത്ത് നിർബന്ധമായും, ഇത് സുന്നത്താണല്ലോ, വേണമെങ്കിൽ മതിയല്ലോ, ളുഹർ നിസ്കരിക്കും പോലെ ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്ന് കരുതി മാറിയിക്കാൻ പാടില്ല. മുഴുവൻ പേരൻസും മാതാപിതാക്കളും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ദുആ ചെയ്യണം. അതിൽ ലെവലേശം റിവേഴ്സ് നിൽക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും ദ്വാരക്കണം. പ്രത്യേകിച്ച് ഉമ്മ ദുആ ചെയ്യണം, പ്രഗത്ഭമായിട്ട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല, ഇപ്പോൾ അവൻ എങ്ങനെയാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ ദുആ ചെയ്തിട്ട് എങ്ങനെ മാറാനാ, ഇവൻ അതിന് അഡിക്റ്റായി പോയി, അല്ലെങ്കിൽ ഇവൻ ആ സ്വഭാവക്കാരനായിപ്പോയി, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, ഇത്രയായില്ലേ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അല്ലാഹുവാണ് യാ മുഖല്ലിബൽ ഖുലൂബ്, അങ്ങനെയല്ലേ അള്ളാഹുവിനെ പുണ്യ റസൂൽ വിളിച്ചത്? കൽബുകളിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ. അപ്പോൾ ഖൈറിലേക്ക് കൽബുകളെ അള്ളാഹു തിരിച്ചു തരും. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇത് മനസ്സറിഞ്ഞ് കൽബിൽ നിന്ന് ചോദ്യങ്ങൾ വരട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിർബന്ധമായും മാതാപിതാക്കൾ ദുആ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, മക്കൾ 7 വയസ്സ് പ്രായമായി 10 വയസ്സൊക്കെ പ്രായമായാൽ കൃത്യമായിട്ട് നിസ്കാരത്തിൻ്റെ കാര്യം അവളെ ശ്രദ്ധിച്ചു കൊടുക്കണം. അവർ ഉണർന്ന് നടക്കുമ്പോൾ ഓടി നടക്കുമ്പോഴല്ല. പ്രത്യേകിച്ച് സുബഹിൻ്റെ 7 വയസ്സായ മോനെയും മോളെയും സുബഹിൻ്റെ വാങ്ക് കൊടുക്കുമ്പോൾ വിളിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അവർ എണിക്കുന്ന ആദ്യം എണിച്ചോളണമെന്നില്ല, സമ്മതിച്ചോളണമെന്നില്ല. പക്ഷേ അതൊരു ചര്യയായി വീട്ടിൽ മാറണം. അതിന് ആദ്യം വാപ്പയും എഴുന്നേൽക്കേണ്ടി വരും. ഇപ്പോൾ ഉമ്മാക്ക് നിസ്കാരമില്ലാത്ത നേരാണെങ്കിൽ ഉമ്മ ആ നേരത്തെ എണിച്ചിട്ട് മക്കളെ വിളിക്കണം. ആ ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിക്കണം എന്നൊക്കെ പറയണം. 10 വയസ്സായാൽ അതിനു വേണ്ടി ചെറിയ ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് അവരെ നിസ്കരിപ്പിക്കൽ നിർബന്ധമാണ്. ഈ ഒരു സാഹചര്യം ഇല്ലാതെ നമ്മുടെ മക്കളിൽ സ്വലാഹിയത്ത് ഉണ്ടാവില്ല. തലയില്ലാതെ ഉടൽ മാത്രമായിട്ടൊന്നും കിട്ടൂലല്ലോ. നമ്മുടെ തലയാണ് നിസ്കാരം, അത് ഹെഡാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം ഇങ്ങനെ പരിശീലനം കൊടുക്കുക. ആ നേരത്തെ എഴുന്നേൽക്കാൻ പറയാം. ആ നേരത്തെ എഴുന്നേൽക്കുന്ന സുബിഹയുടെ നേരത്തെ എഴുന്നേൽക്കുന്ന, സുബിഹയ്ക്ക് തൊട്ടുമുള്ള നേരത്തൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്ന യോഗ്യരായ മക്കൾ ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഉന്നതരാകും. അത് ദുനിയാവിലും നമ്മുടെ മക്കൾ ഉന്നതരാകും, ആഖിറത്തിലും എല്ലാം ഇരുലോകത്തും നമ്മുടെ മക്കൾ വളരെ സമുന്നതരായിട്ട് വരും. കാരണം ആ നേരത്തുള്ള എഴുന്നേൽക്കൽ ഇവിടെ നമുക്ക് പഠിക്കാനും നല്ല ഓർമ്മശക്തിക്കും നല്ല മെമ്മറി പവർ ഉണ്ടാവും. മറക്കാതെ പഠിക്കാൻ പറ്റും. അതൊക്കെ വലിയ കഴിവുണ്ടാകും. സുബഹിൻ്റെ നേരത്ത്, ആ നേരത്ത് വളരെ കൃത്യമായി ആ ഒരു ശൈലി നിന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഈ സ്വന്തം ഓതാൻ അറിയുന്ന മക്കളെ കൊണ്ട് അങ്ങനെ പറയുക. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പരിശുദ്ധമായ സൂറത്തു ശറഹ് അലം നശ്റഹ് ലക സദ്റക്, ആ പരിശുദ്ധമായ അലം നശ്റഹ് സൂറത്ത് നിർബന്ധമായിട്ടും ഒരു 7 തവണ ഓതിയിട്ട് നല്ല ശുദ്ധമായ പ്യൂർ ഹണി എടുക്കുക. ആ തേനിലേക്ക്, ഇത് 1 ടീസ്പൂൺ തേനിലേക്ക് 7 വട്ടം അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് ഇസ്മി എന്ന് പറഞ്ഞ് ഊതിയിട്ട് വെറും വയറ്റിൽ മക്കൾക്ക് രാവിലെ ഒന്ന് കൊടുക്കുക, സേവിക്കാൻ കൊടുക്കുക. അൽഹംദുലില്ലാ, ആ ഒരു ശൈലിയിൽ നിന്നും നമ്മുടെ മക്കൾ
ഫിസിക്കലി ആരോഗ്യവാന്മാരാകും, നല്ല മെമ്മറി പവർ ഉണ്ടാവും, എല്ലാ നിലക്കും അവർക്ക് വലിയ സന്തോഷമുണ്ടാകാൻ കാരണമാകും. നമ്മുടെ മക്കൾക്ക് ഉന്നതരാകും ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെയും ഈ ഖുർആനിക ശിഫാഇൻ്റെ അമൂല്യമായ അമൃതിൻ്റെയും ബറക്കത്ത് കൊണ്ട്. ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ മക്കൾ എന്ത് ചെയ്യുക? ഓതാൻ കഴിയുന്ന മക്കൾ ഓതിയിട്ട് ഈ ഒരു കാര്യം മാത്രമല്ല, അവിടെ നെഞ്ചിലേക്ക് ഓതി കൊടുക്കുക. 7 വട്ടം ഓതിയിട്ട്. അത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന മക്കളായിരിക്കണം. രണ്ടാമത്തത്, പഠനത്തിൽ മികവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മിസ്വാക്ക് ചെയ്യൽ മക്കളുടെ ഒരു ശൈലിയായി, ചര്യയായിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. മിസ്വാക്ക് ചെയ്യണം, അത് മക്കളോട് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് 2 നേരം മസ്റ്റായിട്ട് മിസ്വാക്ക് വേണം. പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പായി മിസ്വാക്ക് ചെയ്യാനൊക്കെ പറയണം. അപ്പോൾ ശരീരം ഒന്ന് ഒരു ഊർജമുണ്ടാകുകയും നമ്മുടെ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഗൗരവം കൊടുക്കണം രാത്രി കിടക്കാൻ നേരം. ബ്രഷ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞ് ആ ഒരു ശൈലിയാക്കണം. രാത്രി കിടക്കാൻ വേണ്ടി അവർ ടോയ്ലറ്റൊക്കെ പോയി ബ്രഷ് എടുക്കുന്ന ഒരു ശൈലി ഓട്ടോമാറ്റിക്കലി വരണം. എന്നാൽ വിജയിച്ചു. അവിടെ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല വികാസം ഉണ്ടാവും, നല്ല മിടുക്കരാകും അവർ. മൂന്നാമത്തെ ഒരു കാര്യം, ഏത് സംഗതിയാണ്, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മറ്റു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്തും ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് പഠിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് പഠിക്കാൻ ആ മക്കളോട് പറയണം. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മുടെ മെമ്മറിയിൽ സേവ്ഡാണ്. ബിസ്മി ചൊല്ലിയാൽ പിന്നെ അതിന് പിശാചിന് പോലും കട്ടുകൊണ്ടു പോകാൻ പറ്റില്ല, അത് റിമൂവ് ആയി പോകില്ല. അങ്ങനെ ഓർമ്മ നിൽക്കുന്നൊരു പഠനം ഈ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് പഠനം അത് അവസാനിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഈ ഒരു നിഅമത്ത്, ഇത് പഠിക്കാനും വായിക്കാനൊക്കെ അള്ളാഹു എന്ന് നിഅമത്ത് ചെയ്തല്ലോ, ആ നിഅമത്തിൻ്റെ പേര് അൽഹംദുലില്ലാഹ്. സുഖമില്ലാത്ത സ്കൂളിൽ പോകാൻ പറ്റാതെ, കേൾവിക്കുറവായിട്ട് കേൾക്കാൻ പറ്റാതെ, കാഴ്ചക്കുറവായിട്ട് കാണാൻ പറ്റാതെ, പറയാൻ പറ്റാതെ, നടക്കാൻ പറ്റാതെ, അങ്ങനെ എത്രയോ ആയിരക്കണക്കിന്, 10,000-കണക്കിന് മക്കൾ പല നാടുകളിലും പല വീടുകളിലും ഉണ്ടാകുമല്ലോ. അതെല്ലാം അൽഹംദുലില്ലാഹ്, അള്ളാഹു ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തൗഫീക്ക് നൽകിയല്ലോ, അൽഹംദുലില്ലാഹ്. അതിൻ്റെ അവസാന ഭാഗത്ത് അങ്ങനെ അത് ശ്രദ്ധിച്ചു കൊടുക്കണം. നാലാമത്തെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മക്കൾക്ക് സുഗന്ധം, പെർഫ്യൂം എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർ പഠിക്കാനിരിക്കുമ്പോൾ ഉളുവൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ അത്രയൊക്കെ ശരീരത്തിൽ നല്ല പെർഫ്യൂമൊക്കെ തേച്ചിട്ട് പഠിക്കാതിരിക്കുക. അവർക്ക് പിന്നെ പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു മക്കളൊക്കെ ഉണ്ടല്ലോ, തീരെ കുഞ്ഞു മക്കളാണ്, മലങ്കടപ്പാണ്, കെട്ടുടുപ്പാണ് അവർക്ക്. കെട്ടുടുപ്പ് അറിയാമല്ലോ നമുക്ക്, അതാണ് ഇട്ട് കൊടുക്കുന്നെങ്കിലും അതിൽ പോലും എത്ര നമ്മൾ പുരട്ടി കൊടുക്കണം. അപ്പോൾ സുഗന്ധവാസന, മൻ ത്വാബരിഅഹു സാദ അഖലു. ഇന്ന് ലോകത്ത് ഒരു ആപ്പിലും കിട്ടാത്ത തരത്തിലുള്ള 10 ലക്ഷത്തിൽ പരം ഹദീത്തുകൾ മനഃപ്പാഠം ഉണ്ടായിരുന്ന അത്ഭുതത്തിൻ്റെ ബുദ്ധിയുടെ കലവറയായ ഇമാമുന ശാഫഈ തങ്ങളുടെ ഒരു സിർറ് രഹസ്യം പറഞ്ഞതാണ് ലോകത്തോട് അദ്ദേഹം. ഒരാളുടെ വാസന എന്ന സുഗന്ധമാണ് എപ്പോഴും ഉള്ളതെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ബുദ്ധിയുടെ, മെമ്മറിയുടെ ഡെവലപ്പാണ്. നന്നായിട്ട് ഭയങ്കര ബുദ്ധിശക്തി ഉണ്ടാവും. അപ്പോൾ സുഗന്ധം, ദുർഗന്ധം, ഇപ്പോൾ കളിച്ചൊക്കെ വരുമ്പോൾ അങ്ങനെ വിയർപ്പൊക്കെ ആയി അതെല്ലാം കുളിച്ച് ശുദ്ധീകരിച്ച് നല്ല സുഗന്ധം ശരീരത്തിൽ, വസ്ത്രത്തിൽ ഉണ്ടാകുന്നൊരു ശൈലി നിർബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. മക്കൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അത് വലിയ ഗുണങ്ങൾ ചെയ്യും. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ മാതൃകയാകണം. നമ്മൾ ദീനിയായ കാര്യങ്ങൾ, മറ്റു നല്ല സ്വഭാവം, നല്ല സംസാരം, നമ്മളെ കണ്ടിട്ട് പഠിക്കുന്നൊരു ശൈലി, അതാണ് റോൾ മോഡൽ. നമ്മളിനി എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല. അപ്പയെ കണ്ട് ഉമ്മയെ കണ്ട് അവരുടെ ശൈലിയിൽ നിന്നാണ് മക്കൾ പകർത്തിയെടുക്കുന്നത്. ആ പകർത്തിയെടുക്കേണ്ട പ്രായത്തിലെ നമ്മുടെ സംസാരം നന്നാക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം. അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ നടക്കാൻ നമ്മൾ യോഗ്യരാകണം. തന്നെ നാട്ടുകാരെ കണ്ട് പഠിക്കടാ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകരുത്. നമ്മളെ കണ്ട് മക്കൾ പഠിക്കണം. ആ ഒരു ശൈലി ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ ആറാമത്തെ ഒരു കാര്യം, നമ്മുടെ മക്കൾ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുക, കുസൃതി കാണിക്കുക, അനാവശ്യമായി വാശി പിടിച്ച് കറിയുക. ചില മക്കളൊക്കെ അങ്ങനെയുണ്ട്, നിയന്ത്രണാധീനമായി, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായി എത്രയോ കുടുംബങ്ങളിലാണ് മാതാപിതാക്കൾ വിഷമിക്കുന്നത്. ഭയങ്കര അനുസരണക്കേടാണ്, അല്ലെങ്കിൽ പഠിക്കാൻ തീരെ കൂട്ടാക്കുന്നില്ല. ആ മക്കൾക്ക് യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ് എന്ന് 33 തവണ മിനിമം ഓതിയിട്ട് മക്കളെ മന്ത്രിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ
മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഇസ്മിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ കുസൃതിയൊക്കെ മാറി കൂടുതൽ വാശികളൊക്കെ മാറിയിട്ട് നല്ല റാഹത്താകുന്ന അവസ്ഥയിലേക്ക് കയറിവരും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി ഏഴാമത്തെ ഒരു കാര്യം, ഒരു കാരണവശാലും ഉറക്കം ലേറ്റാകുന്ന അവസ്ഥ. നമ്മൾ രാവിലെ എത്ര നേരത്തെ എണീറ്റാലും സുബഹിൻ്റെ 4 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ 3:30 എഴുന്നേറ്റു പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഉറക്കം ലേറ്റാകുക എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറ്റവും വലിയ അപകടകരമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇന്ന് ഈ ഉമ്മത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കം ലേറ്റാകുന്നതാണ്. ചെറുപ്പക്കാരിൽ വരെ, ചെറിയ മക്കളിൽ വരെ ഡയബറ്റിക്കിൻ്റെ, പ്രമേഹത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയത്, അവർ ഷുഗർ രോഗികളായത്. സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും ഷുഗർ രോഗികളായത് പഞ്ചസാര കലക്കി കുടിച്ചിട്ടല്ല, ഉറക്കം ലേറ്റ് ആയതുകൊണ്ടാണ്. സ്ലീപ്പ് ഡിലേ ആവുക ഏറ്റവും വലിയ പ്രശ്നമാണ്. അതൊരിക്കലും ഫോണിൻ്റെ കാര്യത്തിലും ഒന്നിൻ്റെ കാര്യത്തിലും മക്കളുടെ ഉറക്കം ലേറ്റാകാൻ പാടില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിന് മുമ്പേ ഭക്ഷണം, മഗ്‌രിബ് കഴിയുമ്പോഴേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ആരോഗ്യത്തിനാണെങ്കിൽ, മക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും ഉണ്ടാകാനാണെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ ഉടൻ ഭക്ഷണം കൊടുക്കണം. ഏറ്റവും ലാസ്റ്റാണ് ഈ പറയുന്നത് മഗ്‌രിബ് കഴിഞ്ഞിട്ട് മഗ്‌രിബിനിടയിൽ ഇശാ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കൊടുക്കുന്ന അവസ്ഥ മക്കളിൽ, മുതിർന്നവരിൽ ഒന്നും നല്ലതല്ല. നരകത്തിൽ പോകുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് നഷ്ടമുണ്ടാവും, പല രോഗങ്ങളും വന്നു ചേരും. അതൊന്നും ശ്രദ്ധിച്ചു കൊടുക്കാം മക്കളുടെ കാര്യത്തിൽ. ഉറക്കം ലേറ്റാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുത്ത് ഈ പരിശുദ്ധമായ മക്കൾക്ക് സ്വലാഹിയത്തിന് വേണ്ടി ദുആ ചെയ്യൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ അലം നശ്റഹ് സൂറത്ത് പാരായണം, അതേപോലെ തന്നെ യാ ഹക്കമു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കി റാഹത്തായിട്ട് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന അവസ്ഥ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ നല്ല സാരോപദേശങ്ങൾ, ചൂടാവുകയല്ല, പ്രശ്നം ഉണ്ടാക്കുകയല്ല, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ശ്രദ്ധിക്കണം, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പെൺമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. പെരുമാറ്റ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുക. റാഹത്തായിട്ട് പോവുക. അവരുടെ സ്കൂൾ പഠനങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളൊരു രഹസ്യാന്വേഷണം നടത്തിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അന്വേഷിക്കുക. എങ്ങനെയാണ് പഠനം, ടീച്ചേഴ്സിനോടൊക്കെ അന്വേഷിക്കുക. എങ്ങനെയാണ് മോളെ, എങ്ങനെയാണ്, എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതൊക്കെ ചോദിച്ച് ഒരു ശ്രദ്ധയിൽ, നമ്മൾ എത്ര തിരക്കാണെങ്കിലും അതൊരു ശ്രദ്ധയുടെ കണക്ഷൻ കൊടുക്കണം. എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു, സമയബന്ധിതമായിട്ട് നോക്കണം. പ്രത്യേകിച്ച് മക്കൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പരിശുദ്ധമായ ആയത്തുൽ കുർസി ഓതാൻ നിർബന്ധമായിട്ടും പറയണം. ഓതാൻ പറ്റുന്നവരാണെങ്കിൽ, പറ്റാത്തവർക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ ഓതിക്കൊടുക്കണം, അല്ലെങ്കിൽ ബാപ്പ ഉണ്ടെങ്കിൽ ഓതിക്കൊടുക്കണം. അങ്ങനെ വേണം പറഞ്ഞയക്കാൻ. കാരണം അപകടങ്ങളിൽ, സ്കൂൾ ബസ്സിൽ പോകുന്നു, സ്കൂളിൽ കളിക്കുന്നു, ഒരു അപകടത്തിലും വീഴാതെയും പരിക്കേൽക്കാതെയും പ്രയാസപ്പെടാതെയും റാഹത്തായിട്ട് പോയതുപോലെ ആക്റ്റീവായിട്ട് മടങ്ങി വരണമെങ്കിൽ അള്ളാഹിൻ്റെ ഒരു കാവലിൻ്റെ ഒരു സെക്യൂരിറ്റി കൊടുത്തുവിടാം. അള്ളാഹിൻ്റെ മലക്കുകൾ മക്കളുടെ കൂടെ പൊക്കോളൂ, മുഴുവൻ കാവൽ അള്ളാഹു ഇറക്കി കൊടുക്കും. ആയത്തുകുറിച്ച് നിർബന്ധമായിട്ട് ഓതാൻ പറയണം, നമ്മൾ ഓതിക്കൊടുക്കണം, മസ്റ്റാക്കണം. അൽഹംദുലില്ലാ, ആ ഒരു ചുറ്റുപാട് മക്കളോട്, മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെയും സഹായത്തോടെയും പരസ്പരം അങ്ങോട്ടും സന്തോഷങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നൊരവസ്ഥകൾ നിർബന്ധമായിട്ടുണ്ടാകണം. സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും സന്തോഷത്തോടുകൂടെ കിടക്കാം എന്ന് ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ ആ സൗഭാഗ്യം റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ എല്ലാ മക്കൾക്കും നീ നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അൻവർ ഫസൻ്റെ കുടുംബത്തിൽ ഒരുപാട് മക്കൾ നാളെ സ്കൂളിൽ പോകാൻ, ആ മക്കൾക്കൊക്കെ നീ ഉന്നതമായ വിജയം കൊടുക്കണേ റബ്ബേ. ഒരുപാട് മക്കളുടെ ക്ലാസ് നിരന്തരമായി കേൾക്കൽ ഞങ്ങളുടെ ഉസ്താദാണെന്ന് പറയൽ, കഫാക്കബെയ്ത്ത് പറഞ്ഞിട്ട് വോയിസ് വിടൽ എത്ര മനോഹരമാണ്. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ ഒട്ടനവധി മക്കളുണ്ട്. അവർക്കും ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും പടച്ചവനെ നീ വിജയം കൊടുക്കണേ അല്ലാഹ്. ലോക മനുഷ്യരുടെ മക്കളെ നല്ല സ്വഭാവക്കാരാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ്
لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي